നമസ്കാരം. ദേശാടനക്കിളി എം ഹസൻ പറയുന്നത് ഘടകകക്ഷികളാരും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ്. ഇയാൾക്ക് വിവരമില്ലെന്ന് പണ്ടേ അറിയാമായിരുന്നു. പക്ഷെ ബോധവും കൂടി നഷ്ടപ്പെട്ടു പോയി എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. 63 സീറ്റ് ഘടകകക്ഷികളിൽ നിന്നും പിടിച്ചു വാങ്ങി ജയിച്ചു വന്ന അഹങ്കാരം അതാണ് നിൽക്കട്ടെ. ഇന്ന് ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കൂടി വിചാരിച്ചാൽ, അവരൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ അവസാനിക്കുന്ന അഹങ്കാരം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വാഴക്കുല എന്ന കവിത എഴുതിയത്. മലയക്കുലയിൽ കഷ്ടപ്പെട്ട് വാഴ വെച്ച് കൊലവെട്ടാനായി തമ്പ്രാൻ വന്ന് കൊല വെട്ടിയെടുത്ത് കൊണ്ടുപോയ അതേ അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ്. കോൺഗ്രസിലെ ഉച്ചനീചത്വം ഇന്നും അവസാനിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് എന്ന പേരിൽ തലപ്പത്ത് മുതലാളിയാണ് ഇരിക്കുന്നത്. എന്നും ഇങ്ങനെ തന്നെയാണ്. പണിയെടുക്കാൻ ഒരുവൻ, പണം മേടിക്കാൻ അപ്പോഴേക്കും എവിടെ നിന്നെങ്കിലും ഒരുത്തൻ ചാടി വരും. അതായത് അടികൊള്ളാൻ ചെണ്ടയും പണം കെട്ടാൻ മാനരും. വരുന്ന 25 വർഷത്തേക്ക് കേന്ദ്രത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന് KC വേണുഗോപാലിന് മനസ്സിലാക്കുവാൻ ഒരുപാട് സമയമെടുത്തു. അയാളുടെ മിടുക്കുകൊണ്ട് ഉള്ള സംസ്ഥാനങ്ങളും കൂടി ഇല്ലാതായി. ഏറ്റവും നിറകെട്ട സംഭവം ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണായി നിന്നിരുന്ന തമിഴ്നാട്ടിൽ നടന്ന കാലുവാരലാണ്. ഇനി ഇന്ത്യ മുന്നണി ശക്തമായി നിൽക്കുന്നത് കേരളത്തിൽ മാത്രം. അതും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസുകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി മാത്രമാണ്. അതുകൂടി തകർക്കുന്ന അവസ്ഥയാണ് KC വേണുഗോപാൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ന് വൈകുന്നേരം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഘടകകക്ഷികളുടെ അവസരമാണ്. ഘടകകക്ഷികളും കൂടി ചേർന്നതാണ് മുന്നണി. ഹസൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നേതാവിനെ നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് വെച്ചോളുക. പക്ഷേ മുന്നണി നേതാവും മുഖ്യമന്ത്രിയും ആരാകണമെന്ന് ഘടകകക്ഷികൾ കൂടി തീരുമാനിക്കണം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് അവരെ നിയന്ത്രിക്കുവാൻ ഘടകകക്ഷികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അവസാനമായി വീണ് കിട്ടിയ ഒരവസരമാണെന്ന ചിന്ത കോൺഗ്രസിന് ഇനിയുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിലുണ്ടായ പൊട്ടിത്തെറിയുടെ ബഹിഷ്കരണമായിട്ടാണ് UDF ഈ കണ്ട ഭൂരിപക്ഷം മൊത്തം കിട്ടിയത്. സാധാരണ ജനങ്ങൾ പ്രതീക്ഷയോടെ വോട്ട് ചെയ്ത് കൈവെള്ളയിൽ വെച്ച് തന്ന 102 സീറ്റ് അത് കിട്ടിയിട്ടും ഫലപ്രദമായി വിനിയോഗിക്കാൻ അറിയില്ലാത്ത കോൺഗ്രസിനോട് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ 101 102 ഒക്കെ എന്നും പ്രശ്നക്കാരാണ്. മഹാഭാരതം കഥ വെച്ച് നോക്കിയാൽ കൗരവർ 101 പേരായിരുന്നു. ഒടുവിൽ എല്ലാവരെയും പറ്റിച്ച് ഈ 101 പേരും ഇല്ലാതെയായി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക. ഈ 102 63 അവസാനിക്കുവാൻ അധികം സമയം വേണ്ടിവരില്ല. ജോസഫ് ഗ്രൂപ്പും മുസ്ലിം ലീഗും കൂടി വിചാരിച്ചാൽ മാത്രം മതി. കോൺഗ്രസിനെ മാറ്റി നിർത്തി ഘടകകക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് ഹൈക്കമാൻഡിനെയും കെട്ടിപ്പിടിച്ച് ഡൽഹിയിലിരുന്നാൽ മാത്രം മതി. അത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അയ്യോഗാക്കെ പറ്റിച്ചോ എന്ന് ചോദിക്കാൻ അവസരം ഉണ്ടാക്കരുത്. VD സതീശൻ സത്യത്തിൽ ജീവൻ പണയം വെച്ച് നേടിയെടുത്ത ഒരു വിജയമാണിത്. കോൺഗ്രസിലെ ഒരു നേതാവും കാണിക്കാത്ത രീതിയിൽ ടീം UDF ആയി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന വിജയം. പണ്ട് കാലങ്ങളിൽ UDF എന്ന് പറയുകയും കോൺഗ്രസ് തൻപിടി പിടിക്കുകയും ചെയ്തിരുന്നു. UDFിലെ ഓരോ ഘടകകക്ഷികളെയും ചേർത്ത് പിടിച്ച് നടത്തിയ അശ്രാദ്ധ പരിശ്രമത്തിന്റെ ബാക്കി പത്രമാണ് ഈ വൻ വിജയം. ഒടുവിൽ ഈ വിജയമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ VD സതീശനെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടാമെന്ന് കരുതി. കേന്ദ്രത്തിൽ നിന്ന് വരുന്നയാൾക്ക് ഇവിടെ ഇരുന്ന് മനസ്സമാധാനത്തോടുകൂടി ഭരിക്കാമെന്ന് കരുതരുത്. സതീശനോട് അനീതി കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ കോൺഗ്രസിന്റെ കുലം മുടിയുമെന്നാണ് ഒരു പ്രവർത്തകൻ പങ്കുവച്ചത്. 2029 തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഉരച്ചു കുടിക്കുവാൻ പോലും ഒരുത്തിനെയും കിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസിലെ നേതാക്കന്മാർ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് M ഹസൻ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഇയാളൊക്കെ ചേർന്നാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. 969 K കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തിയതുപോലെ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് VD സതീശന്റെ സമയോചിതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. പ്രവർത്തകർക്കും ജനങ്ങൾക്കും ആവേശം പകർന്നു കൊടുക്കുവാൻ സതീശനെടുത്ത കഷ്ടപ്പാടുകൾ അത് കുറച്ചൊന്നുമല്ല. 100 സീറ്റിന് മുകളിൽ കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ സതീശൻ കാണിച്ച ചങ്കൂറ്റം അത് നിസ്സാരമായി കാണരുത്. അത് ജനങ്ങളിലും പാർട്ടി പ്രവർത്തകരിലും ഉണ്ടാക്കിയ ആവേശം ചെറുതൊന്നുമല്ല. കോൺഗ്രസ് നേതാക്കന്മാരെയും ഘടകകക്ഷി നേതാക്കന്മാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്.
ഇനി വോട്ട് ചെയ്ത സാധാരണ ജനങ്ങളെ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഡൽഹിക്ക് എന്നാണ് വിളിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് പൊതുജനം.